എക്സ്പോസിംഗ് രാജാക്കന്മാരായി നമ്മുടെ സോഷ്യൽ മീഡിയയിലെ ജഡ്ജിമാരിങ്ങനെ വിലസുന്ന കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. ഇമ്മീഡിയറ്റ് ആയിട്ടാണ് അവർ ജസ്റ്റിസ് നടപ്പിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇമ്മീഡിയറ്റ് ആയിട്ടാണ് വ്യൂവേഴ്സിന് സന്തോഷം കിട്ടുന്നത്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിനെ വെർച്വൽ കോടതി മുറികളാക്കി മാറ്റി. ഇതിനുശേഷം കമന്റ് ബോക്സിൽ അഡ്വക്കേറ്റ്സിനെ പോലെ പരസ്പരം വാദിക്കുന്ന കുറെ ആളുകളും കുറെ തെളിവുകളൊക്കെ ആയിട്ട് സ്വന്തമായിട്ട് മുന്നിലേക്ക് വന്ന ജഡ്ജിമാരൊക്കെ വന്നിരുന്ന കേസിന് വിധി പറഞ്ഞ് ഒരു വിധി പ്രഖ്യാപനം നടത്തും. ഇത് കേൾക്കുന്ന കുറെ ആളുകൾ അവരുടെ പേജിലേക്ക് ഓടും. അതിന് താഴെ പോയി അവരെ ചീത്ത വിളിക്കും, ബുള്ളി ചെയ്യും, അവരെ ഭീഷണിപ്പെടുത്തും. ഇനി മേലാൽ ഈ മുഖമായിട്ട് പുറത്തിറങ്ങി പോരുത് എന്നുള്ള രീതിയിൽ കുറേ ആളുകൾ പ്രതികരിക്കും. അങ്ങനെ നീതിയും ന്യായവും ഒക്കെ നടപ്പിലാക്കിയ സന്തോഷത്തിൽ കമന്റ് ഇട്ട വ്യക്തി അവിടെ നിന്ന് തിരിച്ചു പോരുകയാണ്. അങ്ങനെ ഈ ജഡ്ജിമാരുടെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ അവരിങ്ങനെ പല ആളുകളെയും എക്സ്പോസ് ചെയ്ത് അവസാനം അവർ തന്നെ സ്വന്തമായിട്ട് എക്സ്പോസ്ഡ് ആയതിനു ശേഷം അതിനൊരു ന്യായീകരണ സ്റ്റോറിയൊക്കെ ആയിട്ട് വന്നിരുന്ന് ഈ പറഞ്ഞ വിധി നടപ്പിലാക്കാൻ പോയ മനുഷ്യന്മാരെയൊക്കെ പൊട്ടന്മാരാക്കിയതിനു ശേഷം വീണ്ടും അടുത്ത ആളുകളെയൊക്കെ എക്സ്പോസ് ചെയ്തിട്ട് വരും. ഇതൊക്കെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡ്. കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ ഒരു പ്രമുഖ ജഡ്ജായിട്ടുള്ള ഒരുപാട് കേസുകൾക്ക് നീതിയും ന്യായവും ഒക്കെ നടപ്പിലാക്കിയിട്ടുള്ള എസ്പെഷ്യലി സെക്സ് റാക്കറ്റ്, അതുപോലെ ഡ്രഗ് മാഫിയ, അങ്ങനെ വലിയ വലിയ കാര്യങ്ങളൊക്കെ അഡ്രസ്സ് ചെയ്ത് സംസാരിച്ചുകൊണ്ടിരുന്ന ശ്രീമാൻ ജഡ്ജ് സ്വന്തമായിട്ട് ഡ്രഗ് യൂസ് ചെയ്യുന്നത് അറിയാതെ സ്വന്തം ലാപ്ടോപ്പിലൂടെ ലൈവ് പോയതിനെ തുടർന്ന് കക്ഷി ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വരാതെ മാറിയിരിക്കുകയാണ്. അടുത്ത ദിവസം മികച്ച ഒരു വാദവുമായിട്ട് അദ്ദേഹം ജനങ്ങളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുകയും അത് ഏറ്റുവാങ്ങിക്കൊണ്ട് ജനങ്ങൾ വീണ്ടും അദ്ദേഹത്തെ ജഡ്ജി സ്ഥാനത്തേക്ക് കൊണ്ടുവരുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഇങ്ങനെയൊക്കെയാണ് നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. എമ്പുരാൻ എന്ന് പറയുന്ന ഫിലിം റിലീസായ സമയത്ത് നമ്മൾ ഇന്ദ്രജിത്ത് ചെയ്തൊരു ക്യാരക്ടർ കണ്ടിട്ടുണ്ടായിരുന്നു. സ്വന്തം ജീവിതവും ജീവനവും ഒക്കെ മാറ്റി വെച്ചതിന് ശേഷം സമൂഹത്തിന് വേണ്ടിയിട്ട്, അതായത് സോഷ്യലി റെസ്പോൺസിബിൾ ആണ് താനെന്ന ചിന്തയുടെ പുറത്ത് പല കാര്യങ്ങളെയും നോക്കിയും കണ്ടുമൊക്കെ സമൂഹത്തിലേക്ക് കൊണ്ടുവരാൻ എക്സ്പോസ് ചെയ്യാനായിട്ടൊക്കെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനാണ്. ഇദ്ദേഹത്തെ പോലെയുള്ള മനുഷ്യൻ നമ്മുടെ സമൂഹത്തിന് ആവശ്യമാണ് എന്നൊക്കെ തോന്നുന്ന രീതിയിലുള്ള ഒരു ഇമ്പാക്റ്റ് ഒക്കെ ആ ക്യാരക്ടറിന് കൊടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്. ഫോർ ദ പീപ്പിൾ എന്ന് പറഞ്ഞ ഫിലിം ഓർമ്മയുണ്ടോ? വർഷങ്ങൾക്ക് മുമ്പ് റിലീസായപ്പോൾ അന്ന് ഈ പറയുന്ന സ്വീകാര്യതയും സക്സസ് റേറ്റും ഒന്നും ആ ഫിലിമിന് ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ പല ആളുകളും പറയാറുണ്ട്, ചില കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുന്ന സമയത്ത് പറയാറുണ്ട്, ഫോർ ദ പീപ്പിളിനെ പോലത്തെ ആളുകളൊക്കെ ഇറങ്ങണം, എന്നിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് നീതി ന്യായമൊക്കെ നടപ്പിലാക്കണം എന്നൊക്കെ. മറുപക്ഷത്ത് ജനഗണമന എന്നുള്ള ഒരു ഫിലിമിനെ പറ്റി നമ്മൾ ഓർക്കുന്നുണ്ടോ? ആ ഒരു കാര്യം കൂടെ ഓർത്തു വെക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ ഇങ്ങനെ വ്യത്യസ്തമായ രീതിയിൽ നീതി ന്യായമൊക്കെ നടപ്പിലാക്കണമെന്ന് ആഗ്രഹിക്കുന്ന വലിയൊരു കൂട്ടം ഇവിടെയുണ്ട്. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നിലവിലുള്ള നീതിന്യായ വ്യവസ്ഥയോട് പല ആളുകൾക്കും വല്ലാത്ത പ്രതിഷേധമുണ്ട്, വിശ്വാസം ചോർന്നു പോയിട്ടുണ്ട്. പണവും പവറും ഒക്കെ കൊണ്ട് ഇതിനെ ഈസി ആയിട്ട് ആളുകൾ വിലയ്ക്ക് വാങ്ങുമ്പോൾ മറുപക്ഷത്ത് ഈ പറയുന്ന നിയമങ്ങൾക്കൊന്നും ശക്തിയില്ലാത്തതുകൊണ്ട് പല ക്രിമിനൽസും സുഖവാസത്തിനായി ജയിലിൽ പോവുകയും മുട്ടയും ബിരിയാണിയും ഒക്കെ കഴിച്ചതിന് ശേഷം തിരിച്ചിറങ്ങി അടുത്ത ക്രൈം ചെയ്ത് വീണ്ടും ഒരു ക്യാമറ ഈ പറയുന്ന പോപ്പുലാരിറ്റിയൊക്കെ വാങ്ങിച്ചതിന് ശേഷം ജയിലിൽ സുഖവാസത്തിന് പോകുന്ന കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തെറ്റ് ചെയ്യുന്ന ആളുകൾക്ക് ഡിസേർവ് ചെയ്യുന്ന ശിക്ഷ ഇവിടെ ലഭിക്കുന്നില്ല എന്നുള്ള പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ട് ലഭിക്കേണ്ട ജസ്റ്റിസിന് വർഷങ്ങളും കാലങ്ങളും എടുത്ത് ഒടുക്കം ആ വ്യക്തിയുടെ ആരോഗ്യവും സമ്പത്തും ചോർന്നു പോയതിന് ശേഷമാണ് ലഭിക്കുന്നത് എന്നൊക്കെയുള്ള തിരിച്ചറിവിന്റെ പുറത്ത് ഒരു കൂട്ടം ആളുകൾ, അല്ലെങ്കിൽ വലിയ ഒരു പക്ഷം ആളുകൾ തന്നെ ഇതിനോട് വലിയ വിയോജിപ്പോടുകൂടി ജീവിക്കുന്ന ഒരു സന്ദർഭമാണ് ഇവിടെ ഉള്ളത്. ഇതിനെ മുതലെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന സോഷ്യൽ മീഡിയയിൽ എക്സ്പോസിംഗ് രാജാക്കന്മാരൊക്കെ ഉടലെടുക്കുന്നത്. പക്ഷേ നമ്മുടെ സിസ്റ്റത്തിനോടുള്ള പ്രതിഷേധമോ അല്ലെങ്കിൽ വിശ്വാസക്കുറവോ കൊണ്ടോ ഇവരെയൊക്കെ ഊട്ടി വളർത്തേണ്ട കാര്യമുണ്ടോ എന്നുള്ളത് നമ്മൾ പലപ്പോഴും ചിന്തിക്കേണ്ട വിഷയമാണ്. ഇവർക്കൊക്കെ എന്ത് ക്രെഡിബിലിറ്റിയാണ് ഉള്ളതെന്ന് നമ്മൾ പിന്നെയും ചിന്തിക്കേണ്ടതിൻ്റെ കാര്യമുണ്ട്. ഒരുപാട് എക്സ്പോസിംഗ് രാജാക്കന്മാർ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ വിർച്വൽ ജഡ്ജിമാരായിട്ട് ഇങ്ങനെ വിലസിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. ഇവരെ വലിയ രീതിയിൽ ആരാധിക്കുന്ന ഒരു വലിയ പക്ഷം ഇവിടെ ഉണ്ടെന്നുള്ളതും നമ്മൾ പേടിക്കേണ്ട കാര്യമാണ്. അതായത് നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും പൊളിറ്റിക്സിനെ പറ്റിയാണെങ്കിലും അല്ലെങ്കിൽ കറൻ്റ്ലി നടന്നുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും ഇവർ അറിയുന്നതൊക്കെ സോഷ്യൽ മീഡിയ കൂടിയാണ്. ചെറിയ ക്ലിപ്പായിട്ടാണ്, എഡിറ്റർ വേർഷൻസ് ആയിട്ടാണ്. അതുകൊണ്ട് തന്നെ ഈ സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടുന്ന നോളജൊക്കെ വെച്ചിട്ട് ഇതാണ് ഇപ്പോൾ ഈ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ വിശ്വസിക്കുന്ന ഒരു ജനറേഷൻ തന്നെ ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇതിനെ വിധി പറയുന്ന ജഡ്ജിമാർക്ക് സാധ്യത കൂടുകയാണ്. കാരണം ഇവർക്കറിയാവുന്ന ലിമിറ്റഡ് ആയിട്ടുള്ള നോളജ് വെച്ച് നോക്കുമ്പോൾ മൂക്കില്ല രാജ്യത്തെ മുറിമൂക്ക രാജാവിനെ പോലെ ഈ ജഡ്ജിമാർ ഇരുന്ന് വിധി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവർ ബ്ലൈൻഡ് ആയിട്ട് ഫോളോ ചെയ്യുന്നു. എന്ത് ക്രെഡിബിലിറ്റിയാണ് ഇവർക്കുള്ളത്? ഇവർ കൊണ്ടുവരുന്ന പ്രൂഫ് അതിനെ ഞാൻ പേഴ്സണലി ചെക്ക് ചെയ്യുന്നില്ല. അതിന് എത്രത്തോളം ക്രെഡിബിലിറ്റി ഉണ്ട്? കൊണ്ടുവരുന്ന സ്ക്രീൻഷോട്ട്സിന്, വോയിസ് റെക്കോർഡ്സിന്, അല്ലെങ്കിൽ ഒരു പക്ഷത്തിൻ്റെതെന്ന് പറഞ്ഞ് റെപ്രസെന്റ് ചെയ്യുന്ന പല കാര്യങ്ങൾക്കൊക്കെ എന്താണ് ഇത്ര തെളിവ് എന്ന് ഒന്നും ആലോചിക്കാതെ ഇങ്ങനെ വിശ്വസിച്ചുകൊണ്ടാണ് അവരെ ഫോളോ ചെയ്യുന്നത്. ഒരു ദിവസം കൊണ്ടൊക്കെയാണ് അവർക്ക് ലക്ഷക്കണക്കിന് ഫോളോവേഴ്സ് കൂടുന്നത്. കാരണം ഇവരിവിടെ വേണം എന്ന് വിശ്വസിക്കുന്ന ഒരു വലിയ ഡിജിറ്റൽ സൊസൈറ്റി ഇവിടെ വളർന്നു വരുന്നുണ്ട്. ഇത്രയധികം സ്വീകാര്യത ലഭിച്ചിട്ടുള്ള ഡ്രഗ്സിനെതിരെ, സെക്സ് മാഫിയക്കെതിരെ ഒക്കെ സംസാരിക്കുന്ന ക്രെഡിബിലിറ്റി ഉണ്ട് എന്ന് കുറെ ആളുകളെ വിശ്വസിപ്പിച്ചിരുന്ന ഒരു വ്യക്തിയാണ് എൻ്റെ കാസറ്റ് എന്ന് പറഞ്ഞ പേജ് നടത്തിക്കൊണ്ടിരുന്നത്. ആ ഒരു വ്യക്തിയെ പറ്റി നേരത്തെയും അദ്ദേഹത്തിന്റെ പാസ്റ്റിലുണ്ടായിട്ടുള്ള കാര്യങ്ങൾ, മുൻപ് ഒരു ക്രൈം ചെയ്തിട്ടുണ്ടെന്നുള്ള രീതിയിൽ പത്ര കട്ടിങ്സും ആളുകൾ വന്നിട്ട് പറയുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായപ്പോൾ
ഇതൊക്കെ മീഡിയ മാനിപ്പുലേറ്റ് ചെയ്തതാണ്, ഞാൻ അങ്ങനെയല്ല ചെയ്തതെന്നൊക്കെ പറഞ്ഞിട്ട് വാദം പറയുന്നു. അത് എഗെയിൻ ഇവരൊക്കെ തന്നെ ഈ പറഞ്ഞ എക്സ്പോസും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നിലേക്ക് തുടരുകയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ചെറിയ ലോകപരിചയം മാത്രമുള്ള കാര്യങ്ങളെ വസ്തുനിഷ്ഠമായിട്ട് പരിശോധിക്കാത്ത ഒരു ജനറേഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുവാൻ ഇവർക്കൊക്കെ കഴിഞ്ഞു എന്നുള്ളതാണ്. നമുക്കൊക്കെ ദേഷ്യമാണ് മീഡിയ പലപ്പോഴും പല ആളുകളുടെയും പേര് പറയാറില്ല, പ്രമുഖനെന്നോ അല്ലെങ്കിൽ പ്രമുഖയെന്നോ ഒക്കെ മാത്രമേ പറയാറുള്ളൂ, ഫേസ് കാണിക്കാറില്ല എന്നൊക്കെ. അതൊക്കെ ഒരു പരിധിവരെ ഇവിടെ നിലവിൽ നിൽക്കുന്ന നിയമ സാഹചര്യങ്ങൾ കൊണ്ടാണ്. ചിലരുടെ മുഖങ്ങൾ, പേരുകൾ സെൻസിറ്റീവായ പല വിഷയങ്ങളിൽ മീഡിയയിൽ കൂടി സംസാരിക്കാൻ പാടില്ല, അവരുടെ പേരുകൾ എടുത്തു പറയാൻ പാടില്ല, അവരുടെ ഫേസ് റിവീൽ ചെയ്യാൻ പാടില്ല തുടങ്ങിയിട്ടുള്ള നിയമവശങ്ങളൊക്കെ ഇവിടെ ഉണ്ടെന്നിരിക്കെ ചിലരെയൊക്കെ ഫേവർ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടും ചില ആളുകളുടെ പേരുകളോ ഫേസുകളോ ഒന്നും റിവീൽ ചെയ്യാത്ത സാഹചര്യവും ഉണ്ട്. അപ്പോൾ ആളുകൾക്ക് ഓട്ടോമാറ്റിക്കലി തോന്നുകയാണ് സോഷ്യൽ മീഡിയയിൽ ഇരുന്ന് ഈ എക്സ്പോസ് ചെയ്യുന്ന ആളുകൾ വളരെ ജെന്യൂൻ ആയിട്ട് ആളുകളുടെ പേരുകൾ പറയുന്നുണ്ടെന്ന്, ഇവർ വളരെ ട്രാൻസ്പെറന്റ് ആണ് എന്നുള്ളൊരു ഇമ്പാക്ട് ഏതാനും ചില വീഡിയോകളിൽ കൂടെ ഓഡിയൻസിന്റെ ഉള്ളിലേക്ക് ഇവർ കൊടുക്കുന്നത് കൊണ്ട് തന്നെ പിന്നീട് കൊണ്ടുവരുന്ന കാര്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക്കലി ട്രാൻസ്പെറന്റ് ആണ് എന്നുള്ളൊരു വിശ്വാസം ആളുകൾക്ക് തോന്നുകയാണ്. എന്നാൽ ഇതിന് പിന്നിൽ വലിയ സാമ്പത്തിക നേട്ടം ഈ ഒരു ക്രിയേറ്ററിന് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. എങ്ങനെ? ഏതെങ്കിലും ഒരു പോപ്പുലർ ആയിട്ട് നിൽക്കുന്ന സോഷ്യൽ ഇമേജ് കീപ്പ് ചെയ്യേണ്ട ഒരു വ്യക്തിയെ പറ്റിയുള്ള ഒരു എക്സ്പോസിങ് വീഡിയോ ഞാൻ ചെയ്യാൻ പോവാണ്, നിങ്ങൾ ഇത്ര രൂപ തന്നു കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ അവർക്ക് ഈ പറയുന്ന വീഡിയോ ആയിട്ട് മുന്നിലേക്ക് വരുന്നതിന് മുമ്പ് അവരുടെ അടുത്ത് സംസാരിച്ചൊരു ഡീലൊക്കെ വാങ്ങിച്ച് അതിനുശേഷം പണം കൈപ്പറ്റിയതിന് ശേഷം ഈ വീഡിയോ ചെയ്യാതിരിക്കാം. ഇതിനെപ്പറ്റി ആരും അറിയില്ല. കാരണം ഇവർക്ക് വലിയ റീച്ച് ഉണ്ടെന്നും ഇവർ വിശ്വസിക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട് എന്നൊക്കെയുള്ള ഒരു വിശ്വാസം ഈ പറയുന്ന പ്രമുഖൻ അല്ലെങ്കിൽ പ്രമുഖയായിട്ടുള്ള വ്യക്തി ഉണ്ടാവും. അത് ഇതിനൊരു ഉദാഹരണമാണ് പെപ്പെ എന്ന ആക്ടറിന്റെ എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പ് ഒതുക്കി തീർക്കുന്നതിന്റെ ഭാഗമായിട്ട് എൻ്റെ കാസറ്റ് അബ്ദുൽ ഹക്കീം എന്ന് പറയുന്ന വ്യക്തി 25 ലക്ഷം രൂപ കൈപ്പറ്റി എന്നുള്ള രീതിയിൽ മറ്റൊരു പ്രമുഖനും സിംഗറും ഒക്കെ ആയിട്ടുള്ള ഹനാൻ ഷാ വന്ന് സംസാരിക്കുന്നത് നമ്മൾ കാണുന്നത്. ഇതൊക്കെ ഇപ്പോൾ ആരോപണമായിട്ട് നിലനിൽക്കുകയാണ്. എന്നിരുന്നാൽ പോലും ഇങ്ങനെയൊരു സാഹചര്യം ഇവിടെ നിലവിലുണ്ടെന്നുള്ളത് സത്യമാണ്. ഇപ്പോൾ ഈ ഒരു ഇൻസിഡന്റ് മാത്രം പുറത്തു വന്ന് ചർച്ച ചെയ്തെങ്കിൽ എത്രത്തോളം ഇൻസിഡന്റുകൾ ചർച്ച ചെയ്യപ്പെടാതെ പോയിട്ടുണ്ടാകും, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഇതിനിടയിൽ ഉണ്ടാകും. അതായത് ഒരു വ്യക്തിയുടെ സോഷ്യൽ ഇമേജ് തകർക്കും അല്ലെങ്കിൽ എക്സ്പോസ് ചെയ്യും എന്നുള്ള രീതിയിൽ ഈ പറയുന്ന ക്രിയേറ്റർ ഒരു പോസ്റ്റ് ഇടുന്നതിനെ തുടർന്ന് ആ വ്യക്തി ഉറപ്പായിട്ട് അവരെ കോൺടാക്ട് ചെയ്യും, നല്ലൊരു തുക ഓഫർ ചെയ്യും, ഇത് ഒത്തുതീർപ്പാക്കുകയും ചെയ്യും. ഇത്തരം സാമ്പത്തിക നേട്ടങ്ങളെയും കൂടെ ഉന്നയിച്ചുകൊണ്ട് ഇവിടെ പല ആളുകളും എക്സ്പോസിങ് രാജാക്കന്മാരായിട്ട് മാറുന്നുണ്ട്. പക്ഷെ ഇവർ ഓഡിയൻസിന് ഇത് അക്സെപ്റ്റ് ചെയ്യാൻ വളരെ പാടാണ്. കാരണം ഇവർക്ക് നമ്മുടെ ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥ കൊടുക്കില്ല, അല്ലെങ്കിൽ ലഭിച്ചേക്കില്ല, അല്ലെങ്കിൽ കാലതാമസം വരുത്തും എന്നൊക്കെ വിചാരിക്കുന്ന നീതിയും ന്യായവും ഒക്കെ സോഷ്യൽ മീഡിയ ക്രിയേറ്റേഴ്സ് ഡെലിവർ ചെയ്യുന്നു എന്നുള്ളൊരു ഇമ്പാക്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ പല ആളുകളിലും ഇത് ഒരു തരത്തിലുള്ള അഡിക്ഷൻ ആണ്. സോഷ്യൽ മീഡിയ ആണ് എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യുന്ന, നീതി ന്യായമൊക്കെ ഉറപ്പുവരുത്തുന്ന ഒരു പ്ലാറ്റ്ഫോം എന്നും കൂട്ടം ചേർന്ന ആരോപണ വിധേയനായ വ്യക്തിയെ അറ്റാക്ക് ചെയ്യുന്നത് കൊണ്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് നീതി നടപ്പാക്കി എന്നൊക്കെയുള്ള അറിവില്ലായ്മയുടെ പുറത്ത് ഈ പറയുന്ന എക്സ്പോസിംഗ് രാജാക്കന്മാരെ വിശ്വസിക്കുക എന്നുള്ളത് വലിയൊരു കൂട്ടം ആളുകൾ ചെയ്യുന്നുണ്ട്. ചെയ്യാത്ത വലിയൊരു പക്ഷം ഉണ്ട്. അവർക്ക് ഏകദേശം ഈ പറയുന്ന നിയമത്തെ പറ്റിയോ അല്ലെങ്കിൽ ലോക വിവരമോ അല്ലെങ്കിൽ ഇതിനപ്പുറത്തേക്കുള്ള ലോകത്തെ പറ്റിയും നീതിയെ പറ്റിയും നിയമത്തെ പറ്റിയൊക്കെ ഒരു ധാരണ ഉള്ളതുകൊണ്ടായിരിക്കും ഇതിന് ഇൻഫ്ലുവൻസ് ആയി പോകുന്നത് കൊണ്ട് തന്നെ ചില പ്രാക്ടീസുകൾ ഇവിടെ നടക്കുന്നുണ്ട്. ഒരു വ്യക്തിയെ മറ്റൊരു വ്യക്തി ആക്രമിക്കാൻ ശ്രമിക്കുകയാണ്. ഇങ്ങനത്തെ സാഹചര്യങ്ങളിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ആദ്യം തന്നെ ആളുകൾ ക്യാമറയാണ് എടുക്കുന്നത്. കാരണം ഈ ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഇട്ട് കഴിഞ്ഞാൽ ഇവർ വളരെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയുള്ള അല്ലെങ്കിൽ സമൂഹത്തിന്റെ മുന്നിലേക്ക് വളരെ റെസ്പോൺസിബിലിറ്റിയോടുകൂടി വീഡിയോ ഷൂട്ട് ചെയ്ത് പോസ്റ്റ് ചെയ്ത് ആളുകളിലേക്ക് എത്തിക്കുന്ന ഒരാളാണ് ഈ വ്യക്തി എന്നുള്ളൊരു ഇമ്പാക്റ്റ് അവർക്ക് കിട്ടുമെന്നും അതിലൂടെ ഒരു റീച്ചും അവർക്ക് തുടർന്ന് പ്രൊമോഷൻസും ഈസി ആയിട്ട് ട്രസ്റ്റ് ബിൽഡ് ചെയ്യാനുള്ള ഒരു അവസരമൊക്കെ കിട്ടും എന്ന് ഉറപ്പുള്ളത് കൊണ്ട് തന്നെ ഇപ്പൊ പലയിടങ്ങളിലും എന്തെങ്കിലും ഒരു അപകടമോ അല്ലെങ്കിൽ ഒരു എമർജൻസി സിറ്റുവേഷനോ നടക്കുമ്പോൾ എല്ലാവരുടെയും കയ്യിൽ ക്യാമറയാണ്. കാരണം ആളുകൾക്ക് ഇതെങ്ങനെ സോഷ്യൽ മീഡിയയിലേക്ക് എത്തിക്കാം എന്നുള്ളതാണ്. വീണ്ടും കിടക്കുന്ന ആളെ കൈപിടിച്ച് എണീപ്പിക്കുന്നതിനേക്കാട്ടിലും മുമ്പ് ഇത് എത്രയും വേഗം സോഷ്യൽ മീഡിയയിൽ ഇടുകയും ഇത് ഞാൻ വളരെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരാളാണ് എന്നുള്ളൊരു ഇമ്പാക്റ്റ് ഇതിലൂടെ ഉണ്ടാക്കാം എന്നുള്ളതാണ്. കാരണം ഇത് എൻജോയ് ചെയ്യുന്ന ആളുകൾ ഇവിടെ ഉണ്ട്. എന്നാൽ മറുപക്ഷം ചോദിക്കാറുണ്ട്, നിങ്ങൾക്ക് ഈ വീഡിയോ എടുത്ത സമയത്ത് നിങ്ങൾക്ക് ഇതിനെ ചോദ്യം ചെയ്യാമായിരുന്നില്ലേ, അല്ലെങ്കിൽ ഇതിനെതിരെ പ്രവർത്തിക്കാമായിരുന്നില്ലേ, അവരെ സഹായിച്ചുകൂടായിരുന്നു എന്നൊക്കെ ചോദിക്കുന്ന ആളുകളുണ്ടെങ്കിലും വലിയൊരു ഭൂരിപക്ഷം ഈ ഒരു വ്യക്തി എവിടെ എന്ത് സംഭവിച്ചാലും ആളുകളെയൊക്കെ അറിയിക്കുന്ന ഒരു ജേർണലിസ്റ്റിനെ പോലെ പ്രവർത്തിക്കുന്ന ഒരാളാണ് എന്നുള്ളൊരു രീതിയിൽ വിശ്വസിക്കുന്ന ആളുകളുണ്ട്. അതൊരു തരത്തിലൊരു മൂഢത്വമാണ്. ഇങ്ങനെയല്ല നമ്മൾ ആ ഒരു സിറ്റുവേഷനോട് ബിഹേവ് ചെയ്യേണ്ടതെന്നുണ്ട്. എന്നാലും തെളിവുകൾ നമുക്ക് ദോഷം ചെയ്യുന്ന ഒന്ന് സാഹചര്യങ്ങളിലും ഒക്കെ ഇത്തരത്തിലുള്ള വീഡിയോസോ റെക്കോർഡിങ്സോ ഒക്കെ എടുത്തു വെക്കുന്നത് കൊണ്ട് നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ ഭാഗത്ത് തെളിയിക്കാൻ സാധിക്കും. പക്ഷേ ഇതൊരു കൾച്ചറായിട്ട് മാറുന്നിടങ്ങളാണ്. മറ്റുള്ളവരുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കുമ്പോഴും അതിനെ ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ ക്യാപ്ചർ ചെയ്യാനും സോഷ്യൽ മീഡിയയിൽ ഷെയർ
ചെയ്യാനും അതിനെ തുടർന്ന് ആളുകൾ വിധി പറയാനും ജഡ്ജ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഇതിൽ വിധേയനായിട്ടുള്ള ആളുടെ ID കണ്ടുപിടിക്കാനും അങ്ങനെ തുടർന്നിട്ടുള്ള ഒരു കോലാഹലം സൃഷ്ടിക്കുമ്പോൾ എന്തോ ഇവിടെയാണ് എൻ്റെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് തോന്നുന്ന രീതിയിലേക്ക് പല ആളുകളിലേക്കും ഈ ഒരു ടെൻഡൻസി വളർന്നിട്ടുണ്ട്. നമ്മളൊക്കെ കണ്ടിട്ടുള്ള അറിഞ്ഞിട്ടുള്ളൊരു വിഷയമാണ്. മെട്രോയിൽ ഒരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ ശരീരക്ഷീണം കൊണ്ട് കിടന്നുറങ്ങിയപ്പോൾ മെട്രോയിലെ പാമ്പ് എന്നുള്ള ഒരു ഹെഡിങ്ങിൽ ഒരു വ്യക്തി ആ ഫോട്ടോ എടുത്തിടുകയും വലിയ രീതിയിൽ ബുള്ളിങ് നേരിടുകയും അങ്ങനെ അല്ലായിരുന്നു എനിക്ക് ഉണ്ടായിരുന്നത്, ഞാൻ വല്ലാത്ത ക്ഷീണം കൊണ്ടാണ് കിടന്നതെന്നൊക്കെ ആ വ്യക്തി വന്നിട്ട് അത് എക്സ്പ്രസ് ചെയ്യേണ്ട അവസ്ഥയൊക്കെ ഇവിടെ ഉണ്ടായി. അതിന് തുടർന്നൊരു ഫിലിമൊക്കെ ഇറങ്ങുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇതൊക്കെ ഇത്തരത്തിലുള്ള പ്രവണതകളുടെ ഒരു തുടക്ക കാലഘട്ടമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഒരാളൊരു കാര്യം ചെയ്യുമ്പോൾ അതിങ്ങനെയാണ്, നിങ്ങൾ ജഡ്ജ് ചെയ്യൂ, നിങ്ങൾ വിധി പറയൂ എന്നൊക്കെ പറയുന്ന ഒരു കൾച്ചറിൻ്റെ ഒരു തുടക്കമായിരുന്നു എന്ന് തോന്നാറുണ്ട്. ഇപ്പോൾ അതിപ്പോൾ ഈ എക്സ്പോസിങ് വരെയൊക്കെ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഒരാളുടെ വീട്ടിൽ നടക്കുന്ന ബന്ധുക്കളുടെ ഇടയിലുള്ള വിഷയങ്ങളാവട്ടെ, ഒരാളുടെ ജീവിതത്തിലുണ്ടാകുന്ന അവിഹിതങ്ങളാവട്ടെ, ഇതൊക്കെ സോഷ്യൽ മീഡിയയിൽ ജഡ്ജിമാരിരുന്ന് ചർച്ച ചെയ്യുകയും വിശകലനം ചെയ്യുകയും അതിന് നല്ല വ്യൂവർഷിപ്പ് ഉണ്ടാവുകയും മോണിറ്ററി ബെനിഫിറ്റ് ഉണ്ടാവുകയും ഒക്കെ ചെയ്യുന്ന കാലഘട്ടമാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു പടിയും കൂടി കടന്നു പോകുന്ന മറ്റൊരാളുടെ ജീവിതത്തെ തന്നെ നശിപ്പിക്കാൻ കേപ്പബിലിറ്റി ഉള്ള ഒരു പ്രവണതയാണ് ഈ എക്സ്പോസിങ് ക്രിയേറ്റേഴ്സ് ഇരുന്ന് ചെയ്യുന്നത്. അതായത് അവർക്ക് വ്യക്തിപരമായിട്ട് ആരോടെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിൽ അവരെ പറ്റി എന്തെങ്കിലും ഒരു കഥ മെനഞ്ഞെടുത്ത് അല്ലെങ്കിൽ ഒരു സ്ക്രീൻഷോട്ട് ഉണ്ടാക്കിയതിന് ശേഷം ഒരു വീഡിയോ ആയിട്ടോ അല്ലെങ്കിൽ സ്റ്റോറി ആയിട്ടോ ആ വ്യക്തിയെ പറ്റി ഒരു അലിഗേഷൻ പറഞ്ഞു വെച്ചിരിക്കുകയാണ്. ഒപ്പം ഒരു മാസ് BGM കൂടി ഇട്ടിട്ടുണ്ടെങ്കിൽ ഒരു കൂട്ടം ആളുകൾ വിചാരിക്കും ഈ വ്യക്തി ഇങ്ങനെ ചെയ്തു എന്ന്. ഇതിനൊരു അലിഗേഷൻ ആണോ, ഇതിനൊരു പ്രൂഫ് ഉണ്ടോ, ഇത് ഇങ്ങനെയാണോ ഇതിൻ്റെ വശം എന്നൊക്കെ ചോദിക്കാതെ ഒരു വലിയ കൂട്ടം ആളുകൾ ഇത് വിശ്വസിക്കുന്നു. അതിന് ക്ലിപ്സ് ഇറങ്ങുന്നു, കട്ടിങ്സ് ഇറങ്ങുന്നു. അയാളുടെ ക്രെഡിബിലിറ്റി, വ്യക്തി ജീവിതമോ അല്ലെങ്കിൽ അയാളുടെ ജോലി പോകുന്ന സാഹചര്യമോ ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരവസ്ഥ ഇവിടെ ഉണ്ടാക്കിയെടുക്കാം. അതിനുശേഷം ആ വ്യക്തി തെറ്റ് ചെയ്തോ ഇല്ലയോ എന്നുള്ള ഫോളോ അപ്പ് ഒന്നും ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്ത വ്യക്തികൾ ആരും ചെയ്യില്ല. നിയമത്തിൻ്റെ മുന്നിലേക്ക് വരുന്ന സാഹചര്യത്തിൽ അദ്ദേഹം ഒരു പക്ഷേ ഇന്നസെൻ്റ് ആണെങ്കിൽ പോലും ഇദ്ദേഹം ഇന്നസെൻ്റ് ആയിരുന്നു എന്നുള്ളത് എത്ര പേജുകളിൽ ചർച്ച ചെയ്യും. മരണം വരെ ആ വ്യക്തിയും ആ കുടുംബവും എപ്പോഴും ഈ പറയുന്ന ഒരു തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ക്രിമിനലായ ഒരു മനുഷ്യനായിട്ട് ജീവിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അവർ പറയുന്നത് കേട്ട് മാത്രം വിശ്വസിക്കുന്ന വലിയൊരു കൂട്ടം ഇവിടെ ഉള്ളതുകൊണ്ടും ഇവരുടെ പേഴ്സണൽ ബെനിഫിറ്റിന് വേണ്ടിയിട്ട് ആളുകളെ ചതിക്കാമെന്നുള്ള അവസ്ഥയൊക്കെ ഇവിടെ ഈസി ആയിട്ടുള്ളത് കൊണ്ടും ഇവർക്ക് ഒന്നെങ്കിൽ സാമ്പത്തികം ആവശ്യപ്പെടാം അല്ലെങ്കിൽ ഇവരുടെ വ്യക്തിവൈരാഗ്യങ്ങൾ തീർക്കുന്നതിന് വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള പോസ്റ്റുകൾ ഇടാം. കാരണം ഞാൻ ഉദാഹരണം പറയാം. ഇദ്ദേഹത്തെ പോലെ തന്നെ എക്സ്പോസിങ് എന്നുള്ള രീതിയിൽ വീഡിയോ ചെയ്യുന്ന ഒരാളാണ് ഡോക്ടർ ഡ്രേക്ക് എന്ന് പറയുന്നത്. അനന്തു എന്നാണ് അദ്ദേഹത്തിന്റെ പേരെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഇതേപോലെ തന്നെ ആളുകളെ എക്സ്പോസ് ചെയ്യുന്ന വീഡിയോസ് ആണ് ഉണ്ടായിരുന്നത്. OJ സുനിൽ എന്ന് പറയുന്ന വ്യക്തി വലിയ രീതിയിൽ ഡ്രഗ് മാഫിയ ചെയ്യുന്ന ആളാണ്. കൊച്ചിയിൽ തന്നെ ഒരുപാട് ഡ്രഗ് സപ്ലൈ ചെയ്യുന്ന ആളാണ് എന്നൊക്കെയുള്ള രീതിയിൽ അനന്തും ഹക്കീമും ചേർന്നിട്ട് വീഡിയോസ് ചെയ്യുകയും പരസ്പരം വെല്ലുവിളിക്കുകയും അദ്ദേഹം തിരിച്ച് പ്രതികരിക്കുകയും ഒക്കെ ചെയ്യുന്ന സന്ദർഭങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. പത്രസമ്മേളനങ്ങൾ വിളിച്ചു വരുത്തുന്നുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ കറന്റ്ലി ഹക്കീമും അനന്തും ഫ്രണ്ട്സ് അല്ല. നേരത്തെ അവർ ഫ്രണ്ട്സ് ആയിരുന്നു, അവർ ഒരുമിച്ചായിരുന്നു ആ വ്യക്തിയെ എക്സ്പോസ് ചെയ്യുന്നതും വെല്ലുവിളിക്കുന്നതും ഒക്കെ. ഇപ്പോൾ രണ്ടുപേരും സെപ്പറേറ്റ് ആയിട്ടുണ്ട്, രണ്ടുപേർക്കും പരസ്പരം ഇഷ്ടമല്ല. അതുകൊണ്ട് പബ്ലിക്കലി അവർ വെല്ലുവിളിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. എന്നാൽ പോലും ആന്റണി പെപ്പയുടെ വിവാദം വന്ന സാഹചര്യത്തിൽ ഹക്കീം ഈ പറയുന്ന ഒരു 25 ലക്ഷം രൂപ കൈപ്പറ്റിയെന്ന് അനന്തു എന്ന് പറയുന്ന സാഹചര്യത്തിൽ അനന്തുവിനെ എക്സ്പോസ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ഹക്കീം അനന്തുവിന്റെ പേഴ്സണൽ ലൈഫിലുള്ള ആളുകളെയൊക്കെ കോൺടാക്ട് ചെയ്തെന്നും ഈ പറയുന്ന രീതിയിലുള്ള ഇവൻ ഇങ്ങനെ ചെയ്തിട്ടുണ്ടോ അങ്ങനെ ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ അന്വേഷിച്ചു എന്നൊക്കെ അനന്തു ഒരു സ്റ്റോറിയിൽ കൂടെ ഷെയർ ചെയ്യുന്നത് ഞാൻ കണ്ടു. അപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യമാണ്, ഹക്കീം അതുവരെ അനന്തുവായിട്ട് ഫ്രണ്ടായിരുന്നു. പക്ഷേ അനന്തുവായിട്ടൊരു പ്രശ്നം വന്ന സാഹചര്യത്തിൽ ഹക്കീം അനന്തുവിനെ എക്സ്പോസ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. അതായത് അവരുടെ പേഴ്സണൽ ബെനിഫിറ്റിന് വേണ്ടിയിട്ട് അവരുടെ ഇമേജ് കീപ്പ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് അവർ പല ആളുകളെ എക്സ്പോസ് ചെയ്യുകയാണ്. ഈ ടെൻഡൻസി എത്ര മോശം പ്രവണതയാണ്. അവർക്ക് വ്യക്തിവൈരാഗ്യമുള്ള ആളുകളെ ഇവർ എക്സ്പോസ് ചെയ്യുന്നുള്ള രീതി വലിച്ചു കീറും. ഇത് കാണുന്ന ആളുകൾ പോയിട്ട് അവരെ അറ്റാക്ക് ചെയ്യും. ഇത്രയും കുറഞ്ഞ ഡിജിറ്റൽ ലിറ്ററസി ഉള്ള ആളുകളാണോ ഇവിടെ ഉണ്ടാവേണ്ടത്? അല്ലല്ലോ. ആളുകളെ ഇങ്ങനെയല്ല വിശ്വസിക്കേണ്ടത്. ഇതല്ല ഡെമോക്രസി, ഇങ്ങനെയല്ല ശിക്ഷയും നീതിയും ന്യായവും നടപ്പിലാക്കേണ്ടത്, ഇങ്ങനെയല്ല ഞാൻ പ്രവർത്തിക്കേണ്ടത്. ഇവിടെ എന്ത് ഫാക്ട് ചെക്കാണ് സംഭവിക്കുന്നത്? ഇവിടെ ഒരു പക്ഷമാണോ ഞാൻ കേൾക്കുന്നത്? ഇതൊക്കെ നമ്മൾ അന്വേഷിക്കേണ്ടതല്ലേ? അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഒരിക്കലും വിധി പറയുന്ന ഇടങ്ങളോ സോഷ്യൽ മീഡിയയിലെ മനുഷ്യന്മാർ ജഡ്ജിമാരാണെന്നോ ആരും ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഇവർക്കൊക്കെ യഥാർത്ഥത്തിൽ വ്യക്തിപരമായിട്ടുള്ള പല നേട്ടങ്ങളും ഉണ്ടാവണം എന്നുള്ള ആഗ്രഹത്തിന്റെ പുറത്തുകൂടിയാണ് ഇവർ ഈ പൊസിഷനിൽ വന്നിരിക്കുന്നത്. അല്ലാതെ ഗവൺമെന്റ് ഒരു പർട്ടിക്കുലർ തുകയൊന്നും ഇവർക്ക് കൊടുക്കുന്നില്ല. അപ്പോൾ ഇതിൽ നിന്നൊക്കെ തന്നെ സാമ്പത്തികമായിട്ട് നേട്ടം കണ്ടുപിടിച്ച് തന്നെ ഫുൾ ടൈം ഫോക്കസ് ഒക്കെ ചെയ്തിരിക്കണമെന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത്. ഹക്കീമിന്റെ തന്നെ ഡ്രഗിനെതിരെ സംസാരിക്കുന്ന, ഡ്രഗ് മാഫിയക്കെതിരെ സംസാരിക്കുന്ന ഈ മനുഷ്യൻ നമ്മുടെ സമൂഹത്തിന് ആവശ്യമാണെന്ന് പല ആളുകളും കമന്റ് ഇടുന്ന വീഡിയോ വരെ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് ഹക്കീം. അത് സ്വന്തം ജീവൻ പണയപ്പെടുത്തി ബാംഗ്ലൂരിലുള്ള വലിയ ഡ്രഗ് മാഫിയനെ എക്സ്പോസ് ചെയ്യാനാണ് ഇദ്ദേഹം ശ്രമിക്കുന്നത് എന്നൊക്കെ നിലവിൽ വന്നിരിക്കുന്നത്
വന്നിരുന്ന ഒരു മനുഷ്യനാണ് ഈ ലാപ്ടോപ്പ് തന്നെ ഓണായി കിക്ക് എന്ന് പറയുന്ന ലൈവ് സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമിലേക്ക് അദ്ദേഹം ഡ്രഗ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോ അറിയാതെ ലൈവ് സ്ട്രീമിംഗ് ആയിട്ട് പോകുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഈ വ്യക്തിയെ ഇതുവരെ വളരെ ക്രെഡിബിലിറ്റി ഉള്ള സമൂഹത്തിന് ആവശ്യമാണ്, ഡ്രഗ് മാഫിയക്കെതിരെ പ്രവർത്തിക്കുന്നു എന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ ഷോക്ക് ആവുകയാണ് ചെയ്യുന്നത്. ഈ ഷോക്ക് കൊണ്ട് ഇവർ പഠിക്കുന്നുണ്ടോ? ഇല്ല. നാളെ ഹക്കീം ഇതിനേക്കാളും വലിയൊരു മാനിപ്പുലേറ്റിംഗ് സ്റ്റോറി വന്ന് പ്രസന്റ് ചെയ്യുന്ന സാഹചര്യത്തിൽ ശരിയായിരിക്കാം, അത് അങ്ങനെയല്ലായിരിക്കാം എന്നൊക്കെ വിചാരിക്കുന്ന രീതിയിലേക്ക് ഈസിലി ആളുകൾ മാനിപ്പുലേറ്റ് ആയി കഴിഞ്ഞു. ഇതിൽ കൂടുതലും യങ്സ്റ്റേഴ്സ് ആണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ടീനേജ് പ്രായത്തിലുള്ള ആളുകളാണ്, വളരെ ചെറിയ തലമുറ അല്ലെങ്കിൽ പുതുതലമുറ എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള ജനറേഷനിൽപ്പെട്ട ആളുകളാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടിലെ കുട്ടികളോ നമുക്കറിയാവുന്ന ആളുകളോ നമ്മളോ ഒന്നും ഇങ്ങനത്തെ പ്രാക്ടീസുകളൊന്നും ഫോളോ ചെയ്യാൻ പാടില്ല. നമ്മുടെ നീതി ന്യായ വ്യവസ്ഥയൊക്കെ പരിപൂർണമായിട്ട് തോൽവിയാണെന്ന് വിചാരിക്കാതെ നമ്മുടെ നീതിയും ന്യായ വ്യവസ്ഥയും എങ്ങനെയാണ് ഫംഗ്ഷൻ ചെയ്യുന്നതെന്നും അതിൻ്റെ നിയമവശങ്ങളെ പറ്റിയൊക്കെ പഠിക്കുകയും അറിയുകയൊക്കെ ചെയ്യണം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പാഠപുസ്തകങ്ങളിലൊക്കെ ഈ സമയം വരെയും ഇതൊരു പാഠ്യവിഷയമാകാത്ത സാഹചര്യത്തിൽ ഇത്തരം വിഷയങ്ങളൊക്കെ കൊണ്ടുവരണമെന്നും ഓരോ പൗരനും നീതിന്യായ വ്യവസ്ഥയെ പറ്റി അറിയണം, എങ്ങനെയാണ് നമ്മുടെ നിയമവശങ്ങൾ നടപ്പിലാകുന്നത്, നടപ്പാക്കേണ്ടത് എന്നൊക്കെയുള്ള കാര്യങ്ങളെ പറ്റി അവയർനെസ് ഒക്കെ ഉണ്ടാവണം. യാതൊരുവിധ ക്രെഡിബിലിറ്റി ഇല്ലാത്ത, യാതൊരുവിധ പേഴ്സണൽ ക്വാളിറ്റീസും ഇല്ലാത്ത മനുഷ്യന്മാരെ സോഷ്യൽ മീഡിയയിലെ ജഡ്ജസ് ആയിട്ട് ഒരു കസേരയിൽ കയറ്റിയിരുത്തി നമ്മുടെ കേസുകളും വിധിയും ഒക്കെ അവരുടെ മുന്നിലേക്ക് ഇട്ടുകൊടുത്ത് അവർ നടപ്പിലാക്കുന്നതാണ് യഥാർത്ഥ വിധിയെന്നൊന്നും വിചാരിച്ചു കളയരുത്. അങ്ങനെ വിചാരിച്ചു കഴിഞ്ഞാലുള്ള പ്രശ്നം എന്ന് പറയുന്നത് നാളെ നമ്മുടെ ചുറ്റുപാടും എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അത് സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്നിടുക, അവിടെ കുറച്ചേറെ ചർച്ച ചെയ്യുക എന്നുള്ള ഒരു കാര്യത്തിൽ മാത്രം ഒരു വലിയ ജനറേഷൻ പെട്ടുപോകും. അങ്ങനെയല്ല വരേണ്ടത്. അതല്ല ശരിയായിട്ടുള്ള പ്രാക്ടീസ് എന്ന് പറയുന്നത്. സോഷ്യൽ മീഡിയ അല്ല ഒരിക്കലും വിധിമുറികൾ. പലപ്പോഴും പ്രശ്നങ്ങളെല്ലാം ചർച്ച ചെയ്യുന്ന ഒരിടങ്ങളായി മാറുന്ന ഹൈലി നെഗറ്റിവിറ്റിയുള്ള ഹെയ്റ്റ് മാത്രം സ്പ്രെഡ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമായിട്ട് സോഷ്യൽ മീഡിയ ഒക്കെ മാറുന്നുണ്ട്. ഇതിൻ്റെ കാരണം എന്ന് പറയുന്നത് നമ്മുടെ നീതിന്യായമൊക്കെ ഈ പറയുന്ന ബുള്ളിങ്ങിലൂടെയൊക്കെ നടപ്പിലാക്കാം എന്നുള്ളൊരു വിശ്വാസം ആളുകൾക്ക് തോന്നുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ നിയമവശങ്ങളെ പറ്റി നമ്മൾ അവെയർ ആയിരിക്കുക, പഠിക്കാൻ ശ്രമിക്കുക, വായിക്കാൻ ശ്രമിക്കുക, ഇത്തരത്തിലുള്ള ആളുകളെ വിശ്വസിക്കാതിരിക്കാൻ ശ്രമിക്കുക, യഥാർത്ഥമായിട്ടൊരു സ്റ്റാൻഡ് ഉണ്ടാവുക. നമ്മുടെ ഡെമോക്രസി, നമ്മുടെ നീതി ന്യായം വ്യവസ്ഥ ഇതൊന്നും ഇങ്ങനെയല്ല നടപ്പാക്കേണ്ടത്. ഇത്തരത്തിലൊരു ബുള്ളിയും കൊണ്ട് ഇവിടെ യാതൊരു പരിഹാരങ്ങളൊന്നും ഉണ്ടാവുന്നില്ല. ഇങ്ങനെയുള്ള ആളുകളല്ല നമ്മുടെ ചിന്തകനെ സ്വാധീനിക്കേണ്ടത്. നമ്മുടെ ചിന്തകൾ അവരുടെ അടുത്തുനിന്ന് വരേണ്ടതല്ല. എന്ത് കേട്ടാലും അത് ആര് പറഞ്ഞാലും അതിനെ ഡബിൾ ചെക്ക് ചെയ്യാനോ അല്ലെങ്കിൽ അതിന് നമ്മുടേതായ ഒരു പക്ഷമുണ്ടോ എന്നുള്ളതിനെ പറ്റി ചിന്തിക്കുകയും അതിനുശേഷം മാത്രം ഉൾക്കൊള്ളുകയും ചെയ്യുക. നമ്മളുടെ ലൈഫിൽ എന്ത് കാര്യമുണ്ടെങ്കിലും നമ്മുടെ നിയമസാധ്യതകളെ പറ്റി അതിന് ക്വാളിഫൈഡ് ആയിട്ടുള്ള പ്രൊഫഷണൽസിനെ അപ്രോച്ച് ചെയ്യുക. അതിനുശേഷം അതുമായിട്ട് തുടർന്ന് പോവുക. ഒരിക്കലും ഇത്തരത്തിലുള്ള പ്രാക്ടീസുകൾ നമ്മൾ സപ്പോർട്ട് ചെയ്യാനോ അവർക്കൊരു ഹീറോ പരിവേഷം കൊടുക്കുകയോ ഇതാണ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്നൊന്നും വിചാരിച്ച് വെച്ചേക്കരുത്. ഇത് വളരെ തെറ്റാണ്. ഒരു ക്രിയേറ്ററിൻ്റെയും ഒരു വീഡിയോസ് കണ്ടിട്ടോ ഒരു സ്റ്റോറി കണ്ടിട്ടോ നിങ്ങൾ വിശ്വസിക്കരുത്. അവനവൻ്റെതായിട്ടുള്ള സ്റ്റാൻഡ് എപ്പോഴും ഉണ്ടാവണം. നമ്മുടെ തലച്ചോറ് തുറന്നിട്ട് നമ്മൾ തന്നെ ചിന്തിക്കണം, അവലോകനം ചെയ്യണം. ഡിജിറ്റൽ ലിറ്ററസി ഉള്ള നല്ലൊരു ഡിജിറ്റൽ സൊസൈറ്റിയുടെ ഭാഗമാകാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ ചുറ്റുപാടുള്ള ആളുകളെ കൂടെ ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. നമുക്ക് വരുന്ന വീഡിയോകളിൽ വീണ്ടും കാണാം.